ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്മൂമ്മൻ്റെ നാട്ടിലേക്ക് പോകാട്ടോ. പരപ്പനങ്ങാടിക്ക് അവിടെ ഉത്സവം നടക്കുക. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. ഇത് അമ്മൻ്റെ മാമനാണ്, അമ്മൂമ്മൻ്റെ അനിയൻ പത്മനാഭൻ എന്നാണ് പേര്. അപ്പോൾ ഈ പത്മനാഭ മാമൻ ഇവിടുത്തെ അമ്പലത്തിലെ ദേവിനെ പറ്റിയിട്ടൊക്കെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് പാടിയത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്ന വിപിൻനാഥ് പയ്യോളി എന്നുള്ള ചേട്ടൻ കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അവിടെ വന്നിട്ട് ആ ബ്ലൂ ഷർട്ട് ഇട്ടുള്ള അതാണ് ആ ചേട്ടൻ. അപ്പോൾ ഈ ഒരു മാമൻ എഴുതിയ പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ച് ആട്ടോ അവിടെ നടക്കാൻ പോകുന്നത്. ദേവി വേദിയിലിരിക്കുന്ന എല്ലാ ദേവി ഭക്തരെയും ഞാൻ ഒരു ചെറിയ ഗാനം എഴുതിയതിനോടനുബന്ധിച്ചാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഞാൻ ഈ വേദിയെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പൂരപ്പറമ്പ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഭഗവതിയാട്ട്. ഞാൻ ഇതൊരു പ്രാവശ്യം പറഞ്ഞതാണ്. ഭഗവതിയാട്ട് എന്താണ് എന്നും എങ്ങനെ നടത്തുന്നു എന്നും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണെന്നും നമ്മൾക്ക് ഇവിടെയുള്ള 90% ആളുകൾക്കും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും കാലത്തെ എൻ്റെ ഇവിടുത്തെ പ്രവർത്തനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഭഗവതിയാട്ട് മുഴുവൻ കാണാൻ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവാറുള്ളൂ. ഭഗവതിയാട്ടിൻ്റെ ആദ്യ അവസാനം എങ്ങനെ മുഴുവൻ കണ്ടാൽ മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ആചാരങ്ങളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ മുതൽ നമ്മുടെ കൊടിയേറ്റം കഴിഞ്ഞ് അതിനുശേഷം ആട്ടറിയിക്കൽ, അത് കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് നമ്മുടെ ശ്രീകോവിലിൽ നിന്നും അമ്മയുടെ പ്രതിരൂപം, നമ്മുടെ മേൽശാന്തി വെള്ളരിക്കമ്മൾക്ക് കൈമാറുന്നതോടുകൂടി ഭഗവതിയാട്ട് ആരംഭിക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കസിൻസിനൊക്കെ കൂട്ടി വന്നത് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസ്. പുരോഗതി ഇനിയും ഉയരത്തിൽ എത്തട്ടെ. നമ്മുടെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയായി വളർന്നു വരട്ടെ. അത് കഴിഞ്ഞ വിപിൻ ചേട്ടൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാനും പിന്നെ വേറെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് പാട്ട് കേൾക്കുകയാണ്, പാട്ട് കേട്ട് ആസ്വദിക്കുക. പിന്നെ അതേ മാമന് പൊന്നാട അണിയിക്കുക കേട്ടോ അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ. പിന്നെ മാമൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു CD പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു ഫുള്ള്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരട്ടെ ചെയ്തത്. എന്നതേ ഞാമീനെ കളിപ്പിക്കാട്ടോ. അപ്പോൾ അടുത്ത ഷോർട്സ് കാണാം. അതായിരിക്കും ബൈ. പിന്നെ ചൊവ്വാഴ്ച കേട്ടോ ഉത്സവം നടക്കുന്നത്. ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഞങ്ങൾ വീട്ടിലൊക്കെ ഇട്ടൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാം. ഓക്കെ ബൈ ചേട്ടാ.